ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു കഥ കേട്ടാലോ? കഥയുടെ പേരാണ് കിങ്ങിണിയുടെ കൂട്ടുകാർ. അപ്പം കഥ തുടങ്ങാം. കാടിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ കിങ്ങിണി എന്നു പേരുള്ള ഒരു പശുക്കുട്ടി ഉണ്ടായിരുന്നു. സുന്ദരിയും കുറുമ്പിയുമായിരുന്നു കിങ്ങിണി. രാവിലെ ആയതും അവൾക്ക് വിശക്കാൻ തുടങ്ങി. അമ്മേ, എനിക്ക് വിശന്നിട്ട് വയ്യ. ഞാൻ ആ കുളത്തിനടുത്തെ പുൽത്തകിടിയിൽ പോയി പുല്ലു തിന്നിട്ട് വരാം. അവിടുത്തെ പുല്ലിന് നല്ല സ്വാദാണ്. ഓർക്കുമ്പോഴേ വായിൽ വെള്ളം വരുന്നു. കിങ്ങിണി, നിൽക്ക്, ഒറ്റയ്ക്ക് പോവണ്ട. ഇപ്പോൾ കുളത്തിൽ ആനക്കുട്ടന്മാർ വന്നിട്ടുണ്ടാകും. ഒറ്റയ്ക്ക് പോകുന്നത് അപകടമാ. സാരമില്ല അമ്മേ, ഞാൻ സൂക്ഷിച്ചോളാം. ഇവൾ ഇങ്ങനെ പറഞ്ഞത് അനുസരിക്കാതിരുന്നാൽ എന്തു ചെയ്യും? ആ കുഞ്ഞിനെ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. നേരം ഇത്ര പുലർന്നിട്ടും അവൻ എഴുന്നേറ്റില്ല. ഇവിടെയൊന്നും കാണുന്നില്ല. അവൻ്റെ വീട്ടിൽ പോയി തന്നെ വിളിച്ചിട്ട് വരാം. കിങ്ങിണി പശുക്കുട്ടിയും കുഞ്ഞനെന്ന ഉറുമ്പും വലിയ കൂട്ടുകാരായിരുന്നു. കുഞ്ഞാ കുഞ്ഞാ, ഒന്ന് പുറത്തേക്കിറങ്ങി വാ, നമുക്ക് പോകാം. നേരം വെളുത്തല്ലോ. അല്ല, ഇതാരെ, കിങ്ങിണിയോ? രാവിലെ തന്നെ ഇതെങ്ങോട്ടാ നീ? വേഗം വായോ, എനിക്ക് വിശക്കുന്നു. കുളത്തിനടുത്തുള്ള പുൽത്തകിടിയിൽ പോയി പുല്ല് ചാപ്പിടണം. എന്നാൽ നീ വേഗം പോയി പുല്ല് തിന്നിട്ട് വാ. എനിക്ക് കഴിക്കാനുള്ളത് ഞാൻ ഇന്നലെ തന്നെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അതല്ല കുഞ്ഞാ, നീ വന്നില്ലെങ്കിൽ ശരിയാവില്ല. കുളത്തിൽ ആനക്കൂട്ടം ഇറങ്ങിയിട്ടുണ്ട്. അതിലെ ആ മണിയനാന തീരെ ശരിയല്ല. അവൻ എന്നെ കണ്ടാൽ ഓടിക്കും. അവൻ എന്നെ പുല്ല് തിന്നാൻ സമ്മതിക്കില്ല. അവൻ വയർ നിറയ്ക്കുന്നത് ആ പുല്ല് തിന്നിട്ടൊന്നുമല്ല. ഓ, അതു ശരി. പക്ഷെ ഞാൻ നിൻ്റെ കൂടെ വന്നിട്ട് ഞാൻ എന്തു ചെയ്യാനാ? നീ എൻ്റെ കൂടെ വന്നാൽ മാത്രം മതി. ഞാൻ പുല്ല് തിന്നുമ്പോൾ അവൻ വരുന്നുണ്ടോ എന്ന് നോക്കണം. വരുന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം ഓടി രക്ഷപ്പെടാം. ഓ, അങ്ങനെ. എങ്കിൽ ഞാൻ വരാം. അങ്ങനെ കുഞ്ഞനുറുമ്പും കിങ്ങിണിയും കുളക്കരയിലേക്ക് പോയി. എന്നാലും കിങ്ങിണിയെ, ഈ മണിയനാനയെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അവൻ പുല്ല് തിന്നുകയുമില്ല, മറ്റുള്ളവരെ പുല്ല് തീറ്റിക്കുകയില്ല. എന്തൊരു കഷ്ടമാണിത്. നീ പറയുന്നതൊക്കെ ശരിയാ. പക്ഷേ ആനകളോട് കളിക്കുമ്പോൾ സൂക്ഷിക്കണം. ഈ ആനകൾക്ക് നല്ല ശക്തിയാ. നമുക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റില്ല. അതുതന്നെയാ മണിയനാനയുടെ അഹങ്കാരവും. അവൻ്റെ അഹങ്കാരം ഞാൻ തീർത്തു കൊടുക്കാം. ഈ ഇത്തിരി പോന്ന നീയാണോ അവനെ തോൽപ്പിക്കാൻ പോകുന്നത്? അവനൊന്ന് കാലെടുത്ത് വെച്ചാൽ മതി, നീ ചത്തുപോകും. ഞാൻ തീരെ ചെറുതാണ്, പക്ഷേ എന്നെക്കൊണ്ടും ചിലതൊക്കെ ചെയ്യാൻ പറ്റും. അതിനെന്തു ചെയ്യാൻ പറ്റും? നീ നോക്കിക്കോ. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. കുഞ്ഞാ, നീ പറയുന്നത് കേട്ട് എനിക്ക് പേടിയാകുന്നു. നീ പേടിക്കാതിരിക്കേ. നീ കിങ്ങിണിയല്ലേ പുല്ല് തിന്നുന്നത്? ഞാൻ ഇവിടെയുള്ളത് അവൾ കണ്ടില്ലേ? അവൾക്ക് ഇത്ര ധൈര്യമോ? ഞാൻ കാണിച്ചു കൊടുക്കാം. അയ്യോ, മണിയനാന വരുന്നു. നമ്മൾ എന്തു ചെയ്യും? നീ പേടിക്കണ്ട. നീ പുല്ല് തിന്ന് വയറ് നിറയ്ക്കേ. അവൾ എന്നെ കണ്ടതായി ഭാവിക്കുന്നില്ലല്ലോ. എങ്കിൽ ഓടിച്ചിട്ടു തന്നെ കാര്യം. മണിയനാന, നിൽക്കവിടെ. നീ എന്തിനാ കിങ്ങിണിയെ ഓടിക്കുന്നത്? അവൾ ഒന്നും ചെയ്തില്ലല്ലോ. ഇത്തിരി പോന്ന നീ എൻ്റെ മുന്നിൽ നിൽക്കണ്ട. ഞാൻ കാലെടുത്ത് വെച്ചാൽ നീ ചത്തുപോകും. ഏയ്, എന്താ ഇത്? അയ്യോ, എന്താ നീ എൻ്റെ തുമ്പിക്കൈൻ്റെ ഉള്ളിൽ കയറുന്നത്? കുഞ്ഞാ, നീ വേഗം ഇറങ്ങ്. എനിക്ക് വേദനിക്കുന്നു. അങ്ങനെ ഞാൻ ഇറങ്ങില്ല. കിങ്ങിണിയെ നീ ഇനി ഉപദ്രവിക്കില്ലെന്ന് വാക്ക് തരണം. എങ്കിലിറങ്ങാം. അയ്യോ, വയ്യ, എനിക്ക് വേദനിക്കുന്നു. ഇറങ്ങു കുഞ്ഞാ നീ. ഇല്ല, നീ വേഗം പറയണം കിങ്ങിണി ഇനി ഒന്നും ചെയ്യില്ലെന്ന്. ഇല്ല, ഇനി ഞാൻ അവളെ ഒന്നും ചെയ്യില്ല. നീ വേഗം ഇറങ്ങ്. ഞാൻ ഇറങ്ങാം. അങ്ങനെ കുഞ്ഞനുറുമ്പ് താഴെ ഇറങ്ങി. നിന്റെ ശക്തി മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ളതല്ല, ഉപകാരത്തിനുള്ളതാണ്. കേട്ടോ മണിയാ? മനസ്സിലായി എനിക്ക്. അങ്ങനെ മണിയനാന കിങ്ങിണിയുടെയും കുഞ്ഞനുറുമ്പിൻ്റെയും നല്ല കൂട്ടുകാരനായി മാറി.